ഹലോ ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അതിലൂടെ ആഡൊക്കെ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ ആയ ജിമെയിൽ അക്കൗണ്ട് എങ്ങനെയാണ് ബിസിനസ്സിന് വേണ്ടി നമ്മളൊരു ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള വീഡിയോ വാച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുക. തുടർന്ന് ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും വാച്ച് ചെയ്ത് സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാം. അപ്പം വീഡിയോയിലോട്ട് പോകാം. എന്തിനാണ് ഫേസ്ബുക്ക് പേജ് ക്രിയേഷൻ ചെയ്യുന്നത്? ഓൾറെഡി എല്ലാവർക്കും ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാവും. പക്ഷെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നമുക്ക് ഏകദേശം 5000 ഫ്രണ്ട്സ് ആണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നതും. അതുമാത്രമല്ല, നമ്മൾക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഡ് റൺ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. എത്ര ആളുകൾക്ക് വേണമെങ്കിലും നമ്മളെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം facebook.com എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ കയറുക. നമ്മുടെ പ്രൊഫൈൽ കയറിയതിന് ശേഷം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആയിട്ട് പേജസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. സോ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേജസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ക്രിയേറ്റ് ന്യൂ പേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ പേജ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മളുടെ ലേൺ വിത്ത് ജോയിഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ബ്രാൻഡിങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ പേജ് നെയിം കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ കമ്പനി ഒരു പിന്നെ നിങ്ങളൊരു ബുട്ടീക്കോ ബ്യൂട്ടി പാർലറോ ഒക്കെ നടത്തി പോവാണെങ്കിൽ നിങ്ങളുടെ പേജ് നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനി നെയിമാണ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പേജ് നെയിം ഇവിടെ കൊടുക്കുകയാണ്. പേജ് നെയിം കൊടുത്തു. നമ്മൾ കാറ്റഗറീസ് ചൂസ് ചെയ്യണം. കാറ്റഗറീസ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കൊടുക്കേണ്ടത് നമ്മളിപ്പം ഞാനിപ്പം ഈ ഒരു നെയിം കൊടുക്കുന്നത് ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ എന്ന് കൊടുക്കുകയാണ്. ഡിജിറ്റൽ ക്രിയേറ്റർ, പേഴ്സണൽ കോച്ച്. ഇങ്ങനെ നിങ്ങളുടെ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയാണോ ഐഡന്റിറ്റി അത് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഏതാണോ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കാര്യമായിരിക്കും ഈ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ മെയിൻ ആ ഒരു വിൻഡോയിൽ നോക്കുമ്പോൾ ലേൺ വിത്ത് ജോഷിന്റെ അണ്ടറിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇവിടെ നമ്മളുടെ കമ്പനി എന്താണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ലേൺ വിത്ത് ജോഷ് ആയതുകൊണ്ട് ഞാൻ എന്ത് സർവീസസ് ആണോ കൊടുക്കുന്നത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കമ്പനി എന്ത് സർവീസസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു ഡിസ്ക്രിപ്ഷൻ വേണം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. സോ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് പേജ് കൊടുക്കുക. സോ ക്രിയേറ്റ് പേജ് കൊടുത്തു. ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഏകദേശം 255 ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിനി ക്രിയേറ്റ് പേജ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ക്രിയേറ്റ് പേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന നോക്കുമ്പോഴത്തേക്ക് ആഡ് പ്രൊഫൈൽ പിക്ചർ, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പേഴ്സണൽ ബ്രാൻഡാണ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ലോഗോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ആഡ് കവർ ഫോട്ടോ. ഇനി നമുക്ക് നമ്മുടെ കവർ ഫോട്ടോ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഫേസ്ബുക്ക് കവർ ഫോട്ടോ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഫേസ്ബുക്ക് കവർ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് അപ്ലോഡ് ആയത് നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഇപ്പം എൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മുടെ ഫോട്ടോ കൊടുക്കുക. ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ കൊടുക്കുക. നമ്മുടെ നെയിം വിസിബിൾ ആവുന്ന രീതിയിൽ നമ്മുടെ നെയിം വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്, ബിസിനസ് കോച്ച് ആൻഡ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് കൊടുത്തു. എന്താണ് ഞാൻ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ കാര്യം കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ID കൊടുത്തു.
എൻ്റെ വെബ്സൈറ്റ് ID കൊടുത്തു, ഫോൺ നമ്പർ കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കവർ ഫോട്ടോ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കമ്പനീനെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കവർ ഫോട്ടോ വേണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ. അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ലോഗോ കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബുട്ടീക്ക് ആണെങ്കിൽ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കവർ ഫോട്ടോ വേണം വെക്കാൻ. അതിനകത്ത് ഒരു കോൾ ടു ആക്ഷൻ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ നമ്പർ, Gmail ID അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ അത്, വെബ്സൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൾക്കാർ എത്രയും വേഗം ആദ്യം അവർ കാണുന്നത് ആ ഒരു കവർ ഫോട്ടോയാണ്. അപ്പൊ അത് എങ്ങനെയും നമ്മളുടെ ഒരു ലീഡ്സിലോട്ട് അല്ലെങ്കിൽ ഒരു കോൾ ടു ആക്ഷനിലോട്ട് എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അതെപ്പോഴും ആ രീതിയിൽ വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു, സേവ് ആയി കഴിഞ്ഞു. ഇവിടെ നമ്മളുടെ ഫോൺ നമ്പർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. ഫോൺ നമ്പർ കൊടുത്തു. മസ്റ്റായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് വാട്സപ്പുമായിട്ട് കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ലീഡ്സ് ഫേസ്ബുക്ക് പേജിൽ നിന്ന് നമ്മുടെ വാട്സപ്പിലോട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വാട്സപ്പ് എസ്പെഷ്യലി ബിസിനസ് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുക. ആ ക്രിയേറ്റ് ചെയ്ത ബിസിനസ് വാട്സപ്പ് ഇതുമായിട്ട് കണക്ട് ചെയ്യുക. സെൻഡ് കോഡ് കൊടുത്തു. എൻ്റെ വാട്സപ്പിലേക്ക് ആ കോഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജും വാട്സപ്പും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ വാട്സപ്പിലേക്ക് വന്ന നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക, കൺഫേം കൊടുക്കുക. സോ ആഡ് ബട്ടൺ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ ഓൾറെഡി വാട്സപ്പ് നമ്പർ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് നമ്മളുടെ വാട്സപ്പിലേക്ക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എൻക്വയറി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൾ ടു ആക്ഷൻ എപ്പോഴും നമ്മൾ കൊടുക്കുക. ഫേസ്ബുക്ക് ആ രീതിയിലാണ് നമ്മളിലേക്ക് ഒരു ലീഡിനെ അല്ലെങ്കിൽ ഒരു ക്ലയന്റിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പേജ് ഫേസ്ബുക്ക് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അതിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. താങ്ക് യു.